ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 22 ജാനുവരി 2026, ഈ മാസത്തെ 22ാമത്തെ ദിവസം, ഈ വർഷത്തെയും 22ാമത്തെ ദിവസം, വ്യാഴാഴ്ച. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചിരി ആർക്ക് ഉണ്ടായി. സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചിരി ആർക്ക് ഉണ്ടായി. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യം. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കും എന്ന് സാറാ പറഞ്ഞു. ദൈവം എനിക്ക് ചിരിയുണ്ടാക്കി, കേൾക്കുന്നവരെല്ലാം എന്നെ ചൊല്ലി ചിരിക്കുമെന്ന് സാറാ പറഞ്ഞു. ചിരി മനുഷ്യന് മാത്രം സാധിക്കുന്ന വലിയൊരു സിദ്ധിയാണ്. അത് മനുഷ്യരെയും മൃഗങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന സവിശേഷമായ ഘടകവും അതുതന്നെ. ശുദ്ധമായ ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ് സത്യസന്ധമായ ചിരി. പക്ഷേ സങ്കടത്തോടെ ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ചിരികൾക്ക് പിന്നിൽ ഒരുപാട് കടാരകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് ഒരു പരമസത്യം തന്നെയാണ്. മനസ്സ് തുറന്ന് ചിരിക്കുക, സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചിരിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ വർത്തമാന കാലത്തിൽ. എന്നാൽ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ചിരി. ആ ചിരിയുടെ അർത്ഥം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യത്തിനും ഗുണകരവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് പ്രയോജനപ്രദവും ആണ് ചിരി എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നിട്ടും ചിരിക്കാൻ നാം മടിക്കുകയോ മറക്കുകയോ ചെയ്യുന്നു. എന്തുകൊണ്ട് ആണ് അത്? ഹൃദയത്തിൽ സന്തോഷം നഷ്ടമായിരിക്കുന്നു. നമ്മുടെ മനസ്സ് പല കാരണങ്ങളാലും അസ്വസ്ഥമായിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ സത്യമെന്നും നമുക്ക് എവർക്കും അറിയാം. ക്രിസ്തു ചിരിച്ചിട്ടുണ്ടാകുമോ? ഭൂരിപക്ഷം ക്രിസ്തു ചിത്രങ്ങളും അവിടുത്തെ സഹനത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും പോലെയുള്ള ചിത്രീകരണങ്ങളാണ്. എന്നാൽ മനുഷ്യനായി പിറന്ന ക്രിസ്തു മനുഷ്യനടുത്ത എല്ലാ വിചാരങ്ങളുടെയും ഒരു ഉടമസ്ഥൻ ആയിരുന്നു എന്നത് ചരിത്രകാരന്മാർ പറയുന്നു. പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും പരീക്ഷിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തു തീർച്ചയായും പുഞ്ചിരിച്ചിട്ടുണ്ട് എന്നതിന് രണ്ടഭിപ്രായം ഉണ്ടാകുകയില്ല. എപ്പോഴും സന്തോഷത്തോടെ ഇരിപ്പീൻ എന്നാണല്ലോ ക്രിസ്തു നമ്മോട് പറയുന്നത്. പക്ഷേ അത്തരമൊരു ചിന്ത ഒരുപക്ഷെ ആദ്യമായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് വിറ്റ്ലി എന്ന ചിത്രകാരനാണ്. 1973 അദ്ദേഹം ലാഫിംഗ് ക്രൈസ്റ്റ് എന്ന ചിത്രം വരച്ചത്. ചിരിക്കുന്ന ക്രിസ്തു എത്രയോ നല്ല സങ്കല്പമാണ് അത്. നാം അത് കൃത്യമായി ആ പടം പലരും കണ്ടിട്ടുണ്ടാകും എന്ന് കരുതട്ടെ. ചിരി പലതരത്തിലുണ്ട്, എങ്കിലും അവയെ പൊതുവെ രണ്ടായി തിരിക്കാം. വളർത്തുന്ന ചിരിയും തളർത്തുന്ന ചിരിയുമെന്ന് അതിനെ കുറെ കൂടി വ്യക്തമായി നമുക്ക് പറയുവാൻ സാധിക്കും. ഓരോ ചിരിക്കും അതിൻ്റെ കൃത്യതയും അതിൻ്റെതായ ഭീകരതയും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവത്തിന് മുമ്പിൽ ചിരിക്കുന്ന ഒരാളെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലെ സാറായാണ് അത്. 2 രീതിയിൽ സാറായുടെ ചിരിയെ കാണാം. ആദ്യത്തേത് നിസ്സംഗതയുടെയും അവിശ്വസനീയതയുടെയും ചിരിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇത്തിരിയൊക്കെ പരിഹാസവുമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ മമ്രയുടെ തോപ്പിൽ വെച്ച് ദൈവദൂതൻ അബ്രാമിന് പ്രത്യക്ഷനാകുന്നു. അതിഥിയെ സ്വീകരിക്കേണ്ട എല്ലാ മര്യാദകളോടും കൂടി അബ്രാം അവരെ വീട്ടിൽ സ്വീകരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. അതിഥേയത്വത്തിൽ സന്തുഷ്ടരായും നന്ദി പറഞ്ഞും ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു വാഗ്ദാനം അവർ നൽകുന്നുണ്ട്. മച്ചി എന്ന് പരിഹസിക്കപ്പെടുന്ന സാറ ഒരു മകനെ പ്രസവിക്കും. സ്വാഭാവികമായും അത് കേൾക്കുമ്പോൾ ചിരിക്കാതിരിക്കാനാവില്ല. എല്ലാ സാധ്യതകളും അസ്തമിച്ചു നിൽക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അമ്മയാകാൻ കഴിയുക? എനിക്കൊരിക്കലും അമ്മയാകാൻ കഴിയുകയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആണല്ലോ ഹാഗാറിൽ ഒരു മകനെ ജനിപ്പിക്കുവാൻ അവസരമൊരുക്കിയത് പോലും. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, താനൊരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന്. സാറ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചിരി പിന്നീട് പാപം മാറുന്നത് 21-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഒരു മകനെ ഗർഭം ധരിച്ചതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രസവിച്ചതിൻ്റെ വേദനകളും സ്മരിച്ചുകൊണ്ട് അവൾ പറയുന്നത്, ദൈവം എൻ്റെ സങ്കടമൊക്കെ മാറ്റി സന്തോഷത്തിൻ്റെ ചിരി സമ്മാനിച്ചു എന്നാണ്. വാർദ്ധക്യത്തിലെ തൻ്റെ
നിറവയർ പലർക്കും സന്തോഷത്തിന്റെയും ചിരിയുടെയും അവസരമായി മാറിയെന്നും അവൾ പറയുന്നു. പ്രതീക്ഷകളറ്റ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുടെ പച്ചപ്പും പുഞ്ചിരിയുമായി വന്ന കുഞ്ഞിന് ചിരി എന്നല്ലാതെ അവൾ എന്തു പേരാണ് നൽകുക? ദീർഘകാലം കാത്തിരുന്ന വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് പിറന്നു വീണത് അങ്ങനെയാണ്. എല്ലാ സ്ത്രീകളും തങ്ങളുടെ ഗർഭാരിഷ്ടതകളും പ്രസവവേദനകളും മറക്കുന്നത് കുഞ്ഞിനെ കാണുമ്പോഴാണ്, അതിൻ്റെ ചിരി കാണുമ്പോഴാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചിരി വരുന്നത് എപ്പോഴും സന്തുഷ്ട ഹൃദയത്തിൽ നിന്നാണ്. സദൃശവാക്യത്തിൽ 17 അധ്യായം 22 ഓർപ്പിക്കുന്നത് അക്കാര്യമാണ്. സന്തുഷ്ട ഹൃദയം നല്ല ഒരു ഔഷധമാകുന്നുവെന്ന് വേദപുസ്തകത്തിൽ 3 ദൈവത്തിന്റെ ചിരിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, സങ്കീർത്തനം 2:4. കർത്താവ് അവനെ നോക്കി ചിരിക്കും, സങ്കീർത്തനം 37:13. എങ്കിലും യഹോവേ നീ അവരെ ചൊല്ലിച്ചിരിക്കും, സങ്കീർത്തനം 59:8. 3 മനുഷ്യന്റെ ദുഷ്ടതയും ക്ഷണികതയെയും ഓർത്താണ് ദൈവം ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ദൈവത്തെ മറന്നും വെല്ലുവിളിച്ചും നിസാരനാക്കിയുമുള്ള നമ്മുടെ ഓരോ ചെയ്തികളിലും ഓർത്ത് ദൈവം വല്ലാതെ ചിരിക്കുന്നുണ്ട് എന്നാണ്. മനുഷ്യന്റെ ക്ഷണികതയെ നോക്കി ദൈവത്തിന് ചിരിക്കാതിരിക്കാൻ ആകുമോ എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. വിജയത്തിൻ്റെയും സന്തോഷങ്ങളിലും മാത്രമല്ല പരാജയങ്ങളിലും ചിരിക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥ വെല്ലുവിളി. അവിടെയാണ് നമ്മുടെ കരുത്ത് പ്രകടമാകുന്നത്. മറ്റുള്ളവരുടെ ചിരികൾക്ക് കാരണക്കാരൻ ആകാൻ കഴിയുന്നുണ്ടോ എന്നതാണ് മറ്റൊരു വെല്ലുവിളി. അഹങ്കാരത്തിന്റെ കൊടുമുടികൾ ഇറങ്ങി നമുക്ക് പരസ്പരം പുഞ്ചിരിക്കാം. ഒരു പുഞ്ചിരി കൊണ്ട് നിരാശ മൂടിയ ഒരാളെ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രതീക്ഷയുള്ളവരാക്കി മാറ്റാം. അതിന് ആദ്യം നമ്മുടെ ഉള്ളിൽ ശുദ്ധത ഉണ്ടാവട്ടെ, ശുദ്ധി നിറയട്ടെ. കാരണം ശുദ്ധിയുള്ള മനസ്സിൽ നിന്ന് പുഞ്ചിരികൾ മാത്രമേ മറ്റുള്ളവരിലേക്ക് മാറ്റം ചെയ്യുവാൻ നമുക്ക് സാധിക്കൂ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കരുതട്ടെ. ഒരു തിരിയിൽ നിന്ന് മറ്റൊരു തിരിയിലേക്ക് വെളിച്ചം പകരുന്നത് പോലെയാണ് ചിരി പകരുന്നത്. ഇല്ലാത്ത ചിരി എനിക്ക് ചിരിക്കാനാവില്ല. ആത്മാർത്ഥമല്ലാത്ത ചിരികളൊന്നും അതിലും അതിനകത്തും ഒരു പ്രതികരണവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ശുദ്ധതയോടെ ചിരിക്കാം. ഓരോ ചിരി കൊണ്ടും നാം കൂടുതൽ ശുദ്ധിയുള്ളവരായി തീരട്ടെ. മറ്റുള്ളവരുടെ ശുദ്ധിയുടെ ചിരിക്ക് നാം കാരണക്കാരായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധ ഹൃദയമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ പ്രതി നമുക്ക് പാപം ഉള്ളവർ ആയിരിക്കണം. മറ്റുള്ളവരെ നാം അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. ഒരുപക്ഷേ നമ്മളുടെ ഒരു ചിരി അവർക്ക് അത് വലിയ ഒരു ജീവിതം തന്നെയായിരിക്കും തിരികെ കൊടുക്കുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കാമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.